എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ എൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുകയാണ്. ജോലിയൊന്നും ആയിട്ടില്ല, തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഇതാക്കണ്ട എൻ്റെ വളസ്റ്റ്. അപ്പോൾ വളയെല്ലാം അവിടെ ഇവിടെ ആയിട്ട് എവിടെയെങ്കിലും പോകുന്നിടത്ത് വള എടുത്തിടും. പിന്നെ ഊരി വയ്ക്കുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പലതും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു എല്ലാം ഒതുക്കി വയ്ക്കുകയും വേണം, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വളരെല്ലാം നീറ്റായിട്ട് എല്ലാം അടുക്കി പറക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതെല്ലാം നമുക്ക് എല്ലാം സ്കാൻ ചെയ്ത് പുറത്തൊക്കെ വയ്ക്കും. ബാക്കി അവിടെ ഇവിടെ കിടക്കുന്ന വളമെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. പല കളറും പലയിടത്തായിട്ടാണ് കിടക്കുന്നത് സ്കാൻഡിൽ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നോക്കുമ്പോഴത്തേക്കും പകുതി വള കിട്ടും, പകുതി വള പിന്നെ ബാക്കി വേറെ ചേർത്ത് എടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കണം വളമെല്ലാം അടുക്കി പറക്കി വയ്ക്കണം. വച്ചിട്ട് കാര്യമൊന്നുമില്ല, കുറച്ച് സമയം പിന്നെയും അങ്ങനെ തന്നെ ആവും. എന്നാലും സ്റ്റാൻഡിലൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുക്കി വയ്ക്കാം. എന്തായിരുന്നാലും എല്ലാം അടുക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെയ്യാം. വളയിൽ വരെ പൊടിയുണ്ട്. എപ്പോഴും നമ്മളെല്ലാ വളയും എടുക്കില്ലല്ലോ. റെഡ് കളറെല്ലാം നമുക്കൊരു സ്റ്റാൻഡിൽ തൂക്കാം. തപ്പി എടുക്കുന്നതാണ് പാട്. എല്ലാ വളയും കൂടെ കിടത്തിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ വളയും പകുതിയായിട്ട് മിക്സ് ചെയ്ത് കിടക്കുകയായിരുന്നു. നമുക്കത് എവിടെയെങ്കിലും പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണത്. കാരണം ചില സമയത്ത് നേരത്തെ കിട്ടാന്നിട്ട് ഇല്ലാതെ തന്നെ കൈ കിട്ടുന്നിടത്തിട്ടുകൊണ്ട് പോകും. നമുക്ക് കയ്യിലുണ്ടായിരുന്നിട്ട് വിടാതെ പോകുമ്പോഴേ നമുക്കതൊരു വിഷമമല്ലേ. ഇത് അടുക്കി പറക്കി എല്ലാ കളറും ഒരുമിച്ച് ഇട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കൈ എടുത്തിട്ടുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. ഭയങ്കര ചൂട് കേട്ടോ, അയ്യോ സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെ. ഫാനിൻ്റെ സൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇതെല്ലാം റെഡ് കളർ ഉണ്ടോ, പ്ലെയിൻ റെഡ് കളർ. ഇതിനകത്ത് ഡിസൈൻ ഉള്ളതുണ്ട്. ഇതിത്രയും ഒരു ഡിസൈനുള്ള റെഡ് കളർ തന്നെയാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഇതെനിക്ക് സുചിത്ര ഉണ്ടെന്ന് വളയാണത്. ഇതിത്രയും വേറൊരു ഡിസൈൻ. ഇതും റെഡ് തന്നെയാണ്. റെഡെല്ലാം നമുക്ക് ഒരു സ്റ്റാൻഡിൽ തൂക്കാം. ഇത് വേറൊരു ഡിസൈൻ. ഇതെനിക്ക് അശ്വതി തന്ന വളയാണ്. ക്ഷേമനിധി പോയപ്പോഴത്തേക്കും മാച്ചിന് വളയില്ലായിരുന്നു. വെള്ളയും ചുവപ്പാണല്ലോ ക്ഷേമനിധിയുടെ യൂണിഫോം. അപ്പോൾ എല്ലാവരും മേച്ചമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അശ്വതി അത് തന്ന വളയാണ്. എവിടെ പോയാലും എന്തെങ്കിലും ഒരു കളർ വള ഞാൻ വാങ്ങും കേട്ടോ. വളയും കമ്മലും എവിടെ പോയാലും എന്തെങ്കിലും ഒന്ന് ഞാൻ വാങ്ങിയിരിക്കും. ഇനി അടുത്ത മജന്ത. ഇതെൻ്റെ തിരുവാതിരയുടെ വളയാണ്. മജന്ത തന്നെ വേറെ കളറുണ്ട്, 2-3 മജന്ത ഉണ്ട്.
മജന്ത എല്ലാം നമുക്കൊരു സ്റ്റാൻഡിൽ തൂക്കാം. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ നേരത്തിട്ട വളയാണ്. അതും തിരിച്ചങ്ങ് വയ്ക്കാം. ഇതും തിരുവാതിരയ്ക്ക് വാങ്ങിയ വളയാണ്. ഇതൊരു മജന്ത. ഇത് മുന്നേ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ വളയാണ്. അതിൻ്റെ പകുതി എവിടേക്കോ പോയി. ഇനി നമുക്ക് പച്ച എടുക്കാം. ചുവപ്പും പച്ചയാണ് കൂടുതലും. പച്ച പ്ലെയിൻ വള. വളയിലൊക്കെ നല്ല പൊടിയുണ്ട്, അതാണ് ഞാൻ തുടയ്ക്കുന്നത്. അങ്ങനെ ഇട്ടേക്കില്ല, എപ്പോഴും എടുക്കുന്നില്ലല്ലോ. പച്ച വള എല്ലാം ഒരു സ്റ്റാൻഡിൽ തീർന്നില്ല കേട്ടോ. പച്ച എന്തോന്ന് എനിക്ക് കൂടുതലും. പച്ച എല്ലാം പ്ലെയിൻ. ഇനി ഡിസൈൻ ഉള്ളതുണ്ട്. ഓക്കേ, പ്ലെയിൻ വള. ഇത്രയും പച്ച വളയുണ്ട് കണ്ടോ, എല്ലാം പ്ലെയിനാണ്. ഇത് ഡിസൈനുള്ളതാണ്. നല്ല ഭംഗിയില്ലേ? ഡിസൈനുള്ള എല്ലാം ഒരു സ്റ്റാൻഡിൽ തൂക്കാം. എല്ലാം പോയിപ്പോൾ എല്ലാം. പച്ച പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ലൈറ്റ് പച്ച കിടക്കട്ടെ. പച്ച തീരുന്നില്ല കേട്ടോ, പച്ച പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിസൈനുള്ളത് കുറവാണ്, പ്ലെയിനാണ് കൂടുതലും. പച്ച ഇത് ഇത്രയല്ലല്ലോ. കിട്ടി. ഇതും ഇത് ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഓരോയിടത്തും ഓരോ വിലയാണ് കേട്ടോ. 180, 120, 140. ഇതൊരു ലൈറ്റ് പച്ചയാണ് കണ്ടോ, നല്ല രസമാണ്. ഇത് യെല്ലോ. ഇത് ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. നല്ലതായിട്ട് വേർക്കണം കേട്ടോ, ചൂടെടുത്തിട്ട് ഭയങ്കര ചൂട്, രക്ഷയില്ല. ഇതെല്ലാം എനിക്ക് മുന്നേ ഇരുന്ന വില തന്നെയാണ്, യെല്ലോ കളർ. ഇതെവിടെയോ ഉത്സവത്തിന് പോയപ്പോൾ പറയില്ല, എവിടെ പോയാലും ഏതോ ഒരു ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് ഈ വളയം. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കാം, ഇടാം. ഇനി ഇത് കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ആറ്റുകാലിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്കൊരു സ്റ്റാൻഡിൽ തൂക്കാം. ഇനി ഇതെൻ്റെ മോൻ വാങ്ങിക്കൊണ്ട് വന്നളയാണ്. എവിടെ തിരുനെൽവേലിയിൽ എവിടെ പോയപ്പം വാങ്ങിയിട്ട് വന്നളയാണ്. കറക്റ്റ് അളവായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. അതെല്ലാം സ്റ്റാൻഡിൽ തൂക്കാം. ഇനിയുള്ളത് ഓറഞ്ച് കളർ വള. ഓറഞ്ച്
ഓറഞ്ച് കളർ വള തിരുവാതിരയ്ക്ക് പോയപ്പോൾ തിരുവാതിരയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇനി നമുക്ക് ബ്ലൂ കളറും കൂടുതലുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഗ്രീനാണ് കൂടുതൽ. ബ്ലൂ കളർ ഇതെനിക്ക് മുന്നേ ഇട്ടതാണ്, പ്ലെയിൻ കളറാണ്. ഇത് തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈനുള്ള ബ്ലൂ കളർ എല്ലാവരും ഒരുപോലെ വാങ്ങിയപ്പം ബ്ലൂ കളർ കളറായി. ഒരു കളർ എടുക്കുമ്പോൾ ഒരു കളർ വള ഏതെങ്കിലും വരണം. ഇത് കോഫി ബ്രൗണാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്ന മൂകാംബികയിൽ നിന്ന് വാങ്ങിയാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. കുപ്പിവെള്ളയും കമ്മലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഇഷ്ടമാണ്, എന്നാലും വാങ്ങുന്നത് കൂടുതലും ഇപ്പോഴാണ്. ഇവിടെ കണ്ടാലും എനിക്കത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വരവരി. അടുത്ത നമുക്ക് ബ്ലാക്ക് എടുക്കാം. മുന്നേ എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കൂടുതലും, പക്ഷേ ഇപ്പോൾ ബ്ലാക്ക് കുറവാണ്. ഇതൊരു കോഫി ബ്രൗണാണ്. അതിൻ്റെ വൈറ്റ് ഡിസൈനായിട്ട് കണ്ടോ, ഒരു വൈറ്റ് ഡിസൈനാണ് അതിൽ. ഇത് വിളപ്പിശാല കോവിലുത്സവമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിന് വാങ്ങിയതാണ്. ഇതെല്ലാം ഒരുമിച്ചിടാം. എനിക്ക് ചന്ദനക്കളർ ഇതിന് 2-3 എണ്ണം പൊട്ടിപ്പോയി. ഇത് വിളപ്പിശാല കോവിലുത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്. ഇത് വൈറ്റ് കളർ. ഇതെനിക്ക് പണ്ടേ ഉള്ള വൈറ്റ് കളർ. അടുക്കി പെറുക്കിയൊക്കെ വന്നപ്പോൾ വള കുറഞ്ഞതുപോലെ തോന്നുന്നു. കണ്ട, ഇനി നോക്കാം. മിക്കവാറും അവിടെ എവിടെയെങ്കിലൊക്കെ ഇനിയും വള കാണാനാണ് ചാൻസ്. കണ്ട, ഇപ്പം ഞാൻ എല്ലാ കളറും അടുത്തടുത്തെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാകുമ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും ഏത് ഡ്രസ്സിന് വേണമെങ്കിലും പെട്ടെന്ന് എടുത്തിടാൻ പറ്റും. പച്ചയാണോ, ഡിസൈനുള്ളത് വേണോ, പ്ലെയിനാണോ, കോഫി ബ്രൗൺ ആണോ, റെഡാണോ, മജന്തയാണോ, പച്ചയാണോ. കണ്ട, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര പാടായിരുന്നു. ഒന്ന് മാറ്റിയിട്ട് പിന്നെ അതിനടുത്ത് പിന്നെ നോക്കുമ്പോൾ വേറൊരു കളർ കാണില്ല. അപ്പോൾ പിന്നെ കൈ കിട്ടുന്ന എടുത്തിട്ട് പോകും. ഇതിന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പിന്നെയും പഴയതുപോലെ തന്നെ ആവും. ഇനി നമുക്കിത് മാറ്റിയിട്ട് കമ്മലെടുക്കാം. അപ്പോൾ ഇതാ കൊള്ളാമോ എൻ്റെ സ്റ്റാൻഡ്? കളർ സ്റ്റാൻഡ് കൊള്ളാമോ? നല്ല രസമല്ലേ, കളർഫുള്ളായിട്ടില്ലേ? ആഹാ, കണ്ടോ? ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ വളയെല്ലാം താഴെ വീണ് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എൻ്റെ വളയെല്ലാം ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് റെഡിയാക്കി സ്റ്റാൻഡ് ഇടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് വെച്ച്. അപ്പോൾ ഇനി കമ്മലും കൂടെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കമ്മലെടുക്കാനുള്ള സമയം എനിക്കില്ല, കുക്കിംഗ് ചെയ്യണ്ടേ. കമ്മലെടുക്കുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ.